ശബരിമലയിൽ ആരാധിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഭഗവതിയാണ് മാളികപ്പുറത്തമ്മ. ധർമ്മശാസ്താവിന്റെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നതിന് വടക്ക് ഭാഗത്ത് ഏകദേശം 200 മീറ്റർ മാറിയാണ് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ശംഖ്, ചക്രം, അഭയം, വരമുദ്ര എന്നിവ ധരിച്ച ചതുർബാഹുവായ ഭഗവതിയുടെ പ്രതിഷ്ഠയാണ് മാളികപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ കാണപ്പെടുന്നത്. മാളികയുടെ ആകൃതിയിൽ നിർമ്മിക്കപ്പെട്ട ആലയത്തിൽ കുടികൊള്ളുന്നതിനാലാണ് മാളികപ്പുറത്തമ്മ എന്നറിയപ്പെടുന്നത് എന്നാണ് വിശ്വാസം. ആദ്യകാലത്ത് മാളികപ്പുറത്തമ്മയ്ക്ക് പീഠപ്രതിഷ്ഠ മാത്രമാണ് ഉണ്ടായിരുന്നത്. ശബരിമലയിൽ പ്രധാന മൂർത്തിയായ ശ്രീ ധർമ്മശാസ്താവിന് തുല്യമായ പ്രാധാന്യമുള്ള ഒരു പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മയുടേത്. അയ്യപ്പനുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങളിൽ മഹിഷിയെ നിഗ്രഹിച്ച് ശാപമോക്ഷം നൽകിയപ്പോൾ അവതരിച്ച ദേവി അയ്യപ്പനോട് വിവാഹാഭ്യർത്ഥന നടത്തിയെന്നും എന്നാൽ അത് സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ മാളികപ്പുറത്തെ ഭഗവതിയിൽ ലയിച്ചു മോക്ഷം നേടിയെന്നും അതല്ല പാണ്ഡ്യരാജാവിന്റെ കുലദൈവവും ആദിപരാശക്തിയുമായ മധുര മീനാക്ഷിയാണ് മാളികപ്പുറത്തമ്മയെന്നും രണ്ടഭിപ്രായമുണ്ട്. ഈ ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ അഷ്ടലക്ഷ്മിമാരുടെ രൂപം കാണാം. മാളികപ്പുറത്തമ്മ ആദിപരാശക്തി, ദുർഗ, മഹാലക്ഷ്മി തുടങ്ങിയ പല ഭാവങ്ങളിലും ആരാധിക്കപ്പെടാറുണ്ട്. മകരവിളക്കുത്സവത്തിന് ശേഷമുള്ള അവസാന ചടങ്ങായ ഗുരുതി പൂജ മാളികപ്പുറത്തെ ഭഗവതി ക്ഷേത്രത്തിലാണ് നടക്കുന്നത്. പരാശക്തി അല്ലെങ്കിൽ ഭഗവതി സങ്കല്പത്തിലാണ് ഇവിടെ പൂജകൾ നടക്കാറുള്ളത്. ഇത് ശാക്തേയ ആരാധനയുടെ ഭാഗം കൂടിയാണ്. ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിൽ ദർശനം നടത്തിയ ശേഷമാണ് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവിൽ സന്ദർശിക്കുന്നത്. മാലയിട്ട് വ്രതമെടുത്ത് ശബരിമലയിൽ 18-ാം പടി കയറി തൊഴാനെത്തുന്ന എല്ലാ പുരുഷന്മാരെയും അയ്യപ്പനെന്നും എല്ലാ സ്ത്രീകളെയും മാളികപ്പുറത്തമ്മ എന്നുമാണ് ശബരിമല തീർത്ഥാടന കാലം കഴിയുന്നതുവരെ വിളിക്കുന്നത്. സന്നിധി തേടി വരുമ്പോൾ നിഴൽ പോലെ പിന്തുടരുന്നു പഴിപാപം വീരുതയെല്ലാം നിധിയെന്തിനു വേറെ സ്വാമി. നാളികേരമുരുട്ടൽ, ഭഗവതി സേവ, ലളിത സഹസ്രനാമജപം തുടങ്ങിയവ പ്രധാന വഴിപാടുകളായി ഇവിടെ കാണപ്പെടുന്നു. ലളിത സഹസ്രനാമാർച്ചന, പുഷ്പാഞ്ജലി, പായസം, പട്ട് ചാർത്തുക, ത്രിമധുരം, പട്ടും താലിയും നടക്കി വയ്ക്കുക എന്നിവയാണ് മറ്റു വഴിപാടുകൾ.